പാൻ ഇന്ത്യൻ സ്റ്റാറായ അജയ് ദേവ്ഗണിന്റെ സിംഗം സീരീസിലെ മൂന്നാമത്തെ അവതാരമാണ് സിംഗം അഗെയിൻ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ കാശ്മീരിലെ ഒരു സീൻ കാണിച്ചിട്ടാണ്. 2 വണ്ടി വന്ന ആൾക്കാരെ മൊത്തം സിംഗം ഒറ്റയ്ക്ക് തന്നെ അടിച്ചിട്ടു. എല്ലാം കഴിച്ചപ്പോൾ തന്നെ സിംഗത്തിന്റെ 6-7 വണ്ടി ആൾക്കാർ അവിടെ വന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് സിംഗം ശ്രദ്ധിച്ച് മലയിൽ ഒരുത്തം മാറി ഇതെല്ലാം കാണുന്നുണ്ടോ. പിന്നെ അവിടെ കിടന്ന് അടുത്ത വണ്ടി എടുത്ത് പുള്ളി അവന്റെ പുറകെ വെച്ചു. സർക്കാരിന്റെ വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി എല്ലാം കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. ബൈക്ക് പിടിച്ചത് ജാക്കി ഷെറഫ്. ഇത് കഴിഞ്ഞ് മന്ത്രി സിംഗത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഈഗോ അടിക്കില്ല, ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ സിംഗത്തെയും വിളിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ. അതിന്റെ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും കൂടി ഒരു സിംഗം ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ശരി ഇതാണ് മുതലെന്നു. ബട്ട് നോ, അല്ല ഒരു മിനിറ്റ്, വേറൊരു ബീജിയമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലേഡീസ് സംഘത്തിന്റെ ഒരു ഫൈറ്റ് ആണ്. അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ചെങ്ങയെ കാണിക്കുന്നത്. ആ അടിച്ചമാരെ ലേഡീസ് സംഘം സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് പോകും. പിന്നാണ് കാണിക്കുന്നത് അതേക്ക് അതിലെ വില്ലന്റെ ആൾക്കാരാണെന്ന്. ഇത് പുള്ളി ചിരിക്കുന്നതല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന ജീപ്പിന്റെ മണ്ടക്കാണ് ഇരിക്കുന്നത്. പുള്ളി ചെന്നത് ദീപാവലി ടൈം ആയതുകൊണ്ട് കുറച്ച് പടക്കം കൊണ്ടൊക്കെയാണ് പോയത്. നമ്മുടെ ലേഡീസ് സംഘം ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ എല്ലാവരും നമ്മുടെ വില്ലനങ്ങ് പഞ്ഞിക്കെട്ട്. പറയാൻ വിട്ടുപോയി, ഇത് നമ്മുടെ സിംഗത്തിന്റെ വൈഫാണ്. ഇനി സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിംഗം ഇങ്ങോട്ട് വന്നിട്ട് പറയും സെറ്റാക്കാം. കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലൻ വന്ന് സിംഗത്തിന്റെ വൈഫിനെ അടിച്ചോണ്ട് പോകും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കുള്ള കഥ ഇല്ലായിരുന്നു. അപ്പം പിന്നെ രാമായണത്തിൽ നിന്ന് ചൊരണ്ടെന്നുള്ള ഐഡിയ ആയിരുന്നു. സോ 1 by 1 ഇതിലെ രാമന് സീതയാണ് നമ്മുടെ സിംഗവും വൈഫും, ഇതിലെ രാവണനാണ് നമ്മുടെ വില്ലൻ. അപ്പോൾ സിംഗത്തിന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയി എറിഞ്ഞ് കുറച്ച് പോലീസുകാർ പോകുന്നുണ്ട്. ഈ മച്ചാനാണ് ഈ കഥയിൽ ജഡായു. അടുത്ത സീനി പുള്ളി എല്ലാവരും കൂടി പഞ്ഞിക്കിടുന്നുണ്ട്. ഇത് രാമായണം എന്ന് കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാർ കൂടി രക്ഷപ്പെടുന്നുണ്ട്. അല്ല ഈ ചങ്ങ ഇതിപ്പോ ഇവിടുന്ന് കാട്ടിന്നൊക്കെ ഇറങ്ങി വരും. ഇതാണ് നമ്മുടെ ലക്ഷ്മണൻ. പക്ഷെ സിംഗത്തിന്റെ വൈഫ് രക്ഷപ്പെട്ട ശരിയാകത്തില്ലല്ലോ, രാമായണത്തെ കഥ ഇങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് വില്ലൻ പിന്നെയും പുള്ളിക്കാരെ പിടിക്കാൻ പോയി. ടയർ ഷാർപ്പ് അവിടെ പതുക്കെ ഓടിയും ചാടിയും വരുന്ന സമയം കൊണ്ട് വില്ലൻ പുള്ളിക്കാരെയും കൊണ്ട് പോയി. ഇതെല്ലാം തീർന്ന് വില്ലൻ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സിംഗത്തിന്റെ വരവ്. സിംഗ് വന്നിട്ട് നമ്മുടെ ജഡായുവിനെ കാണാൻ പോകും. ഇവിടെ 10-300 കോടി മേടിച്ചില്ലേ, VFX എങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ചെയ്തുകൂടി. അപ്പോൾ സിംഗം യൂണിവേഴ്സിറ്റി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലൻ്റെ അപ്പൂപ്പനാണ് ഈ മുതൽ. ഹനുമാൻ ലങ്കേജ് എന്ന സീത കാണുന്ന പോലെ ഇവിടെ സിംഗത്തിന്റെ വൈഫിനെയും പോയി കാണണ്ടേ. അപ്പോൾ ഈ മുതലാണ് സിംഗം യൂണിവേഴ്സിലെ ഹനുമാൻ. രൺവീർ എന്ന സിംഗത്തിന്റെ വൈഫിനോട് പറയും എല്ലാം സെറ്റാണ്, പേടിക്കേണ്ടതെന്ന്. അപ്പോൾ രൺവീർ സിംഗം തിരിച്ചു വരുന്ന വഴിക്ക് കരീനെ കണ്ട് വണ്ടി എന്ന് പറയും. വണ്ടി തലകുത്തി പറഞ്ഞിട്ട് വരുന്ന വരവാണത്. അല്ല ഈ മണ്ടന്മാരെന്തിനാണ് പുള്ളി പിടിച്ച് ചെയ്യുന്നത്? പുള്ളിക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്യുകയും ചെയ്തു, പറയാനുള്ള എല്ലാം പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് വില്ലൻ പറഞ്ഞു മാസം അടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ. അപ്പോൾ 3 പേരും ഇപ്പം വില്ലൻ്റെ കൂടെ ലോക്കായി. എന്നിട്ട് വില്ലൻ വന്നിട്ട് ഇങ്ങനെ പറയും നാളെ രാവിലെയാണ് ക്ലൈമാക്സ്, എല്ലാവരും ടൈമിന് എത്തിയേക്കണം. ആസ് യൂഷ്വൽ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇവർ ആരൊക്കെ വെടി വെച്ചാലും ഒരു ബുള്ളറ്റ് പോലും അടുത്തൂടെ പോലും പോകത്തില്ല. ഇവർ വയ്ക്കുന്ന ബുള്ളറ്റ്സ് എല്ലാം കറക്റ്റ് ഹെഡിൽ തന്നെ കൊള്ളുകയും ചെയ്യും. ലാസ്റ്റാണ് ഓർത്ത് ഗരുഡനെ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമ്മുടെ അക്ഷയ് കുമാറിനെ കൊണ്ടുവന്നത്. പുള്ളിയാണ് അത്ര ഈ സിനിമയിലെ ഗരുഡൻ. അതെല്ലാം കഴിഞ്ഞ് ലേഡീസ് സംഘത്തിന് ഒരു സ്റ്റണ്ട് ഉണ്ട്. യൂണിവേഴ്സ് ആയതുകൊണ്ട് മാത്രം അതിൻ്റെ മണ്ടയ്ക്ക് ഇത് കൊണ്ടില്ല. കണ്ടെയ്നറിന്റെ മണ്ട കൂടെ ലേഡീസിനെ ഓടിച്ച് കറക്റ്റ് ലോക്കാക്കി വെച്ചിരുന്ന കണ്ടെയ്നറിന്റെ മണ്ടയ്ക്ക് തന്നെ കൊണ്ട് വണ്ടി നിർത്തുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, അക്ഷയ് കുമാറിന് മാത്രം മലങ്കൾട്ട് സീൻസ് ഒന്നും കൊടുത്തില്ലെന്നാണ് പുള്ളി ചോദിച്ച് മേടിച്ചാണിത്. അപ്പോഴാണ് സിംഗ് ഓർക്കുന്നത് അയ്യോ വില്ലനെ തട്ടിയില്ലല്ലോ. പുള്ളി എന്നിട്ട് നമ്മുടെ 10 BGM ഒക്കെ കോപ്പി അടിച്ചിട്ട് വില്ലനെ ചെന്നങ്ങ് തട്ടും. എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ പറയും നമ്മളൊക്കെ ഫാമിലി അല്ലേ, ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നിന്നും ചുരണ്ടി പോപ്പ് കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊരു എൻഡ് ക്രെഡിറ്റ് കൂടി വെച്ചേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സിംഗം യൂണിവേഴ്സിലെ അടുത്ത സിംഗം ചുൽബുൾ സിംഗം. അപ്പൊ നെക്സ്റ്റ് പാർട്ട് ലോഡിങ്. അപ്പോൾ ഓക്കെ ബൈ.